Hi friends, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Note 8ന്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗിവ്അവേയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. നമുക്ക് രണ്ട് സെക്ഷനായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസഡ്വാൻറ്റേജസിലേക്ക് പോകാം. Redmi Note 8 നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഫോണാണ്. ബിൽഡ് ക്വാളിറ്റിനകത്ത് നമുക്ക് യാതൊരു ഇഷ്യൂസും കാണാനായിട്ട് സാധിച്ചില്ല. നല്ല വ്യൂവിങ് ആംഗിൾസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പ്ലാഷ് പ്രൂഫ് ആണ്. ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് തെറിച്ച് വീഴുകയാണെങ്കിൽ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. Redmi Note 8 നല്ല ക്യാമറ ക്വാളിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും നല്ല പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്ലോ മോഷൻ വീഡിയോ എടുക്കാനാണെങ്കിലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഡീറ്റെയിൽഡ് ഇമേജസ് തന്നെയാണ് നമുക്ക് Redmi Note 8 ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പെർഫോമൻസിലേക്ക് പറയുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് Redmi Note 8 കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 665 2.0 GHz പ്രോസസ്സറാണ് വരുന്നത്. അതിനോടൊപ്പം Adreno 610 GPU ആണ് നമുക്ക് വരുന്നത്. നല്ല പെർഫോമൻസ് തന്നെയാണ് Redmi Note 8 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗെയിമിംഗ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കളിക്കാനായിട്ട് സാധിച്ചു. ചെറിയ ഇഷ്യൂസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അത് നമ്മൾ അവസാനം പറയുന്നതാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സാണ് വരുന്നത്. മോണോ സ്പീക്കേഴ്സാണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സ് തന്നെയാണ്. ബാക്കിൽ വരുന്നത് ഗ്ലാസ് ബോഡിയാണ്. അത് ഒരു ഷൈനിങ് അപ്പിയറൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് 18V ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. നമുക്ക് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. സെൻസേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. LED നോട്ടിഫിക്കേഷൻസൊക്കെ പക്കയായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കോൾ ക്വാളിറ്റിനകത്ത് നമുക്ക് യാതൊരു ഇഷ്യൂസും കാണാനായിട്ട് സാധിച്ചില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് കോൾ വിളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു അഡ്വാൻറ്റേജ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെമ്മറി കാർഡും 2 സിം കാർഡും ഒരേ സമയം തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കൂടുതൽ മെമ്മറി ആവശ്യമുള്ളവർക്ക് എക്സ്പാൻഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് Redmi Note 8 ഉണ്ട്. 4000 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ബാറ്ററി ബാക്കപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2 RAM ആൻഡ് സ്റ്റോറേജ് വേരിയൻസിലാണ് Redmi Note 8 വരുന്നത്. 4GB 64GB ഇൻറ്റേർണൽ വേരിയൻറ്റും 6GB RAM 128GB ഇൻറ്റേർണൽ വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ മെമ്മറി ആവശ്യമുള്ളവർക്ക് ഇൻറ്റേർണൽ മെമ്മറി ആവശ്യമുള്ളവർക്ക് 6GB 128GB വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. 4GB 64GB വേരിയൻറ്റിന് 10,000 രൂപയും 6GB 128GB വേരിയൻറ്റിന് 13,000 രൂപയ്ക്കുമാണ് ആമസോണിൽ സെയിൽ നടക്കുന്നത്. ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ടല്ല Redmi Note 8 നമ്മുടെ മുമ്പിൽ എത്തുന്നത്. കുറച്ച് കോമ്പറ്റീറ്റേഴ്സ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടെങ്കിലും ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് Redmi Note 8. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസിലേക്ക് വരാം. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ് അല്ല നമുക്ക് Redmi Note 8 കാണാനായിട്ട് സാധിക്കുന്നത്. ചെറിയ ഫ്രെയിം ഡ്രോപ്സുകൾ നമുക്ക് ഗെയിം കളിക്കുന്നതിനിടെ കാണാനായിട്ട് സാധിച്ചു. കളിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരു ചെറിയ ഫ്രെയിം ഡ്രോപ്സ് നമുക്ക് ഇടയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ, PUBG ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം കളിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഫോണൊന്ന് ഹീറ്റാവുന്ന ഒരു അത് നമ്മൾ കണ്ടു. ഓവർ ഹീറ്റിംഗ് അല്ല, ഒരു 40-45 ഡിഗ്രിയുടെ ഒരു അടുത്തേക്കാണ് നമുക്ക് ഹീറ്റിംഗ് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആഡ്സ് നമുക്ക് ഓൾറെഡി ഡിസേബിൾ ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിൽ ആഡ് റെക്കമെൻഡേഷൻ ഡിസേബിൾ ചെയ്തിടാണെങ്കിൽ കാര്യമായിട്ട് ആഡ്സ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. 90% ആഡ്സ് ഒന്നും അതിന് വെച്ച് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും നമുക്കൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗിവ്അവേയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.